ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് വേണ്ട മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് 3 പുഴുങ്ങിയ മുട്ട, കുറച്ച് വെളുത്തുള്ളി, പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, വളരെ കുറച്ച് മാത്രമാണ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി മയോണൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ മുട്ടയുടെ കുന്നി നന്നായിട്ട് ഉടച്ചെടുക്കണം. പിന്നെ ഇതുപോലെ വൈറ്റ് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടും ഒരു പാത്രത്തിലിട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് സവാള, കുറച്ച് ക്യാരറ്റ് ഞാൻ ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു നാരങ്ങയുടെ നീരും കൂടി എടുത്ത് കൊടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നന്നായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീറ്റ് ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ട് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനി സിമ്പിളാണ്. നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആ ബ്രെഡിനകത്തോട്ട് വെച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അതുപോലെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് നടുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഒരു സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിലായിട്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് നമുക്ക് കുട്ടികളൊക്കെ വൈകിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മോളാണ് വീഡിയോ എടുത്തിരുന്നത്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇത്തിരി ഷേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.